ചെറിയ കുട്ടികളുള്ള പാരൻസ് ഇന്ന് നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാകും, കുഞ്ഞുമക്കൾ. ഇപ്പം ഒരു 3 മാസം 4 മാസം ആകുമ്പോൾ കുഞ്ഞ് കമന്നില്ലെങ്കിൽ ഉടനെ അമ്മായിയമ്മയും അമ്മയും നാട്ടുകാരും എല്ലാവരും കൂടെ വന്നിട്ട് പറയും, കുട്ടി കമന്നില്ല, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ പാരൻസിന് ഭയങ്കര പ്രശ്നമാവും, ടെൻഷനാവും. നമ്മൾ ഏറ്റവും കൂടുതൽ അവർ ഒരുപാട് ഇമോഷണൽ ഇതിൽ കൂടെ പോവാണ്. അവരൊരു നല്ല പാരൻസ് ആണോ, ഞാൻ എൻ്റെ കുട്ടിയെ നന്നായി നോക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ തലയിൽ കൂടി പോകുന്നുണ്ട്. എസ്പെഷ്യലി ഈ ന്യൂ മോംസിൻ്റെ കേസിൽ അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ മാതിരി എക്സ്റ്റേണൽ പ്രഷർ ഈ വീട്ടുകാർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓരോ മൈൽ സ്റ്റോൺസും കുട്ടി ഇപ്പോൾ ഇച്ചിരി ഡിലേ ആയി, അല്ലെങ്കിൽ അവരുടെ സഹോദരിയുടെ മോളുടെ കുട്ടി ഉണ്ടായപ്പോൾ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ മറ്റേ കസിൻ്റെ കുട്ടി വേഗത്തിൽ നടന്നു, നിൻ്റെ കൊച്ചെന്താ നടക്കാത്തത്, നീ അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സദാ നേരം കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു സ്ഥിരം പല്ലവിയാണ്. ഈ പ്രഷർ വരുമ്പോൾ ഈ പാരൻസും കുട്ടിക്ക് മേൽ പ്രഷർ ഇടാൻ തുടങ്ങും. അത് വളരെ കുഞ്ഞിലേ തന്നെ ആ കുട്ടിക്ക് ആ പ്രഷർ ഫീൽ ചെയ്യുകയാണ്. പാരൻസിൻ്റെ ആ പിയർ പ്രഷർ കാരണം പാരൻസ് ആ കുട്ടിക്ക് മേൽ പ്രഷർ ഇടുകയാണ്. നടക്ക് അല്ലെങ്കിൽ ഇരിക്ക്, കമര് എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ ഇങ്ങനെ, അല്ലെങ്കിൽ സംസാരിക്കുക. ഏറ്റവും വലിയ പ്രശ്നം ഈ സംസാരിക്കാൻ ലേറ്റാകുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പം കുട്ടി കുറച്ചുകൂടെ മുതിർന്നിട്ടുമുണ്ട് ആ കുട്ടിയെ വളരെയധികം പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ആ കൊച്ചു സംസാരിക്കുന്നത്, നിനക്ക് പാട്ട് പാടിയാലോ എന്താ, നിനക്ക് ABCD പറഞ്ഞാലോ എന്താ, നിനക്കെന്താ സംസാരിച്ചാൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പോരാത്തതിന് അവരിങ്ങനെ ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അവർക്കങ്ങ് ആകെ ടെൻസ്ഡ് ആവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കുട്ടിക്കും ഓരോ പേസാണ്. ഇപ്പോൾ ഒരേ അച്ഛനമ്മമാരുടെ 2 കുട്ടികൾ തന്നെ പല സമയത്തായിരിക്കും സംസാരിക്കുകയും ഓരോ മൈൽ സ്റ്റോൺസ് കിടക്കുകയും ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടി ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വ്യക്തിയുടേതായിട്ടുള്ള പേസ് ഉണ്ട്, മൈൽ സ്റ്റോൺസ് ഉണ്ട്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുട്ടി ഐ കോണ്ടാക്റ്റ് നടത്തുന്നില്ല, കുട്ടി എക്സ്പ്രഷൻസ് ഒന്നും ഇടുന്നില്ല, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക റെഡ് ഫ്ലാഗ് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പീഡിയാട്രീഷ്യൻസിനെ പോയി കാണണം, ഇത് ചെയ്യണം. പക്ഷേ നിങ്ങൾ കാണേണ്ടത് നല്ലൊരു പീഡിയാട്രീഷ്യനെയോ സ്പെഷ്യലിസ്റ്റിനെയോ ആണ്. അതല്ലാതെ നിങ്ങളുടെ അച്ഛനമ്മമാരായാലും ഈ അമ്മായിയപ്പന്മാരായാലും ഈ നാട്ടുകാരായാലും ബന്ധുക്കളും നാട്ടുകാരും ഒന്നും പറയുന്ന ഉപദേശങ്ങളല്ല നിങ്ങൾ കേൾക്കേണ്ടത്.